20,300 പരം ആഫത്ത് മുസീബത്തുകൾ ഇറങ്ങുന്ന വളരെ ഗൗരവമുള്ള നാം ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് സഫറിലെ അവസാനത്തെ ബുധനാഴ്ച എന്ന് പറയുന്നത്, അഥവാ നാളത്തെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാളെ നാം ചെയ്യേണ്ട ചില കർമ്മങ്ങളും സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ മജ്‌ലിസിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല ദിക്കുകളിൽ നിന്നായി വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച ആളുകളുണ്ട്, ഫോൺ വിളിച്ച് പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്‌ലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. اللهم اقضِ حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافي البليات. ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്‌ലിസ് കാണുന്ന മുത്ത് മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് എന്നും നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്‌ലിസിന്റെ അവസാനം ആത്മാർത്ഥമായി നമ്മൾക്ക് എല്ലാവർക്കും ആമീൻ പറയണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെയേറെ ഗൗരവമുള്ള നാം ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു വിഷയത്തിനെ കുറിച്ചാണ്. അഥവാ കൊല്ലത്തിൽ ഒരു ദിവസം 20,300 ആഫത്ത് മുസീബത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ടെന്ന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് മഹാന്മാര് പറയുന്നു, ആ ദിവസം എന്ന് പറയുന്നത് സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്, അഥവാ നാളത്തെ ദിവസമാണെന്ന് വളരെ കൃത്യമായി വലിയ ആരിഫീങ്ങളും കശ്ഫിന്റെ ഔലിയാക്കന്മാരും അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ സഫറിലെ അവസാനത്തെ ബുധനാഴ്ച നാം കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ദിവസത്തിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് ഇങ്ങനെയാണ്: അസ്അബുൽ അയ്യാം, ഏറ്റവും മോശമായ ദിവസമാണ്, ഏറ്റവും മോശമായ ദിവസമാണ് സഫറിലെ ഒടുവിലത്തെ ബുധനെന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മരണകാരണമായ പനിയുണ്ടായത് സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സഫറിലെ അവസാനത്തെ ബുധനാഴ്ച നഹ്സാണ് എന്ന വിഷയത്തിൽ ലോകത്തുള്ള പണ്ഡിതന്മാർക്ക് തർക്കമില്ല. അതുകൊണ്ട് തന്നെ ആ ദിവസം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ട്. നല്ല കാര്യങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല, വീട് നിർമ്മാണം തുടങ്ങാൻ പാടില്ല, വാഹനം വാങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ വിവാഹ ചടങ്ങുകൾ തീരുമാനിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ അന്നത്തെ ദിവസം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ചെയ്യാനുള്ള ഒരു അമല്, ഒരു നിസ്കാരം മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏതാണ് ആ നിസ്കാരം എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. നിസ്കാരത്തിന്റെ നിയ്യത്ത് ഇങ്ങനെയാണ്: ഖൈറിനെ തേടിയുള്ള 4 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അതിനുശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് അറിയാത്ത ആളുകൾ ആരും ഉണ്ടാകൂല. അതുപോലെ ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം സൂറത്തുൽ കൗസർ 17 പ്രാവശ്യം ഓതുക. സൂറത്തുൽ കൗസർ 17 പ്രാവശ്യം ഓതാന്ന് പറഞ്ഞാല് അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. സൂറത്തുൽ കൗസർ എല്ലാവർക്കും അറിയാലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന
ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഈ സൂറത്ത് 17 പ്രാവശ്യം ഓതണം. അതിനുശേഷം ആ റക്അത്തിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 5 പ്രാവശ്യം. അപ്പൊ സൂറത്തുൽ കൗസർ 17 പ്രാവശ്യം ഓതുക. അതിനുശേഷം ആ റക്അത്തിൽ തന്നെ 5 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതിനുശേഷം മുഅവ്വിദത്തൈനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓരോ പ്രാവശ്യം ഓതുക. എല്ലാ റക്അത്തിലും ഫാത്തിഹ സൂറത്തിന് ശേഷം ഈ പറയപ്പെട്ട സൂറത്തുകളൊക്കെ അതിന്റെ കണക്കനുസരിച്ച് ഓതി സലാം വീട്ടുക. അതിനുശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ആപത്തുകളിൽ നിന്ന് കാക്കപ്പെടാൻ, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ടെൻഷനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ നമ്മൾക്കറിയുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സർവ്വ പ്രയാസങ്ങളും മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ, പൈശാചികമായ ശർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, സിഹിർ കണ്ണേറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ദിക്ർ നമ്മൾ ചൊല്ലണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇതൊരു 100 പ്രാവശ്യം ചൊല്ലുക. ഇത് നല്ല പവർഫുൾ ആയ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഒരു പിശാചിനും നമ്മളെ അടുത്തേക്ക് വരാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഈ ദിക്റിന്റെ മഹത്വം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇത് രക്ഷയുടെ ആയത്താണ്, ഇത് രക്ഷയുടെ മന്ത്രമാണ്, ഇത് രക്ഷയുടെ ദിക്റാണ്. ഇതൊരു 28 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യുക. മെൻസസ് ഉള്ള ഉമ്മമാര് ഇത് ദിക്റാണ് എന്ന നിലക്ക് പാരായണം ചെയ്താൽ മതി. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇത് 28 പ്രാവശ്യം പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, അതുപോലെ തന്നെ സൂറത്തുൻ നാസ് ഇതും നമ്മൾ പാരായണം ചെയ്യുക. ഇതൊക്കെ രക്ഷയുടെ മന്ത്രങ്ങളാണ്, രക്ഷയുടെ ആയത്തുകളാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, അത്രയും ഗൗരവമുള്ള, അത്രയും സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. 20,300 ആഫത്ത് മുസീബത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അല്ലാഹു നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബങ്ങളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ദുഃഖങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരെ പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ റഹ്മാനെ. വീടില്ലാത്ത ആളുകള്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്ത ആളുകൾക്ക് നല്ല ജോലി നൽകല്ല. വീടില്ലാത്ത ആളുകൾക്ക് നല്ല വീട് നൽകണേ അല്ലാ. രോഗികൾക്ക് പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, പടച്ചവരെ ഞങ്ങളെ അയൽവാസികള്, വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ എല്ലാ രക്ഷയും നൽകണേ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ. ഈമാനും തഖ്വയും നൽകണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. മുത്തുനബിയെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയെ ബഹുമാനിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. കൃത്യമായി നിസ്കരിക്കാനും നിനക്ക് വഴിപ്പെടാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ. നിന്റെ ലിഖാ കാണാൻ ഞങ്ങൾക്കും മരണപ്പെട്ടു പോയവർക്കൊക്കെ ഭാഗ്യം നൽകണേ
നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. പരാജയം നൽകല്ല അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.